വിരമിക്കുമ്പോൾ ഒന്നും കൊടുക്കൂല. ശരി, കാണാന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ പറഞ്ഞു, സാനന്ദ മാഷ് പറഞ്ഞു, ബംഗാളിൽ 5 ലക്ഷം ഉണ്ട്, വേറെ പല സംസ്ഥാനങ്ങളിലുണ്ട്. വിരമിക്കുമ്പോൾ 62 വയസ്സാകുമ്പോൾ നിർത്തിപ്പൊക്കോളാം, ഒന്നും തരൂല, ഇത്രയും ജോലി ചെയ്തിട്ട്. അത് മാറ്റണം. ഒരു 5 ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത്. പിന്നെ ഓണറേറിയത്തിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ്. ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താൻ വന്നാൽ നിങ്ങൾക്ക് പണി. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്താണ്. എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ പാലിയേറ്റീവ് കെയർ ഒക്കെ ഉണ്ട്, പക്ഷെ പണി നിങ്ങളുടെയാണ്. ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ, ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്തത്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ്, ക്യാൻസർ രോഗികൾ എത്രയാണ്, വയ്യാത്തവരെത്രയാണ്, മരിച്ചവരെത്രയാണ്, രോഗികൾ എത്രയാണ്, ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്നൊരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആനുകൂല്യം പോലുമില്ല. വളരെ നിസാരമായ ഒരു ഓണറേറിയം മാറ്റി വേതനം ആക്കണം. ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യം. എനിക്ക് വിഷമം ഉണ്ടാക്കിയത്, ഞാൻ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചു വന്ന, പക്ഷെ 2 മന്ത്രിമാരുടെ പ്രസ്താവനകൾ. ഒന്ന്, ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന്. ഇതെങ്ങനെ അനാവശ്യമാകുന്നത്? ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യം എന്താണെന്ന്, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ, ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച്, ആശാ വർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി. കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞത് എന്നാണ്, കുത്തിയിളക്കി കൊണ്ടുവന്നാണ് ധനകാര്യമന്ത്രി. അത് കാശില്ലാത്തോണ്ട് പറഞ്ഞ, കയ്യില് കാശില്ലാത്തോണ്ട് ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്. അതാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തിയിളക്കി സമരം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ സമരം ചെയ്തല്ലോ. അവരാരെങ്കിലും കുത്തിയിളക്കിയിട്ട് വന്നാണോ? സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത്. ഞാൻ പറയാം, ഞാനടക്കം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.